ഹായ് ഗൈസ്, ഒരു നേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എല്ലാ സ്റ്റേജസും വിറ്റ്നസ് ചെയ്യുന്ന ഒരാൾക്കാരാണ്. ബേബീസിൻ്റെ ആ ഒരു പീരീഡ് തൊട്ട് ഓൾഡ് ഏജ് എൻഡ് ഓഫ് ലൈഫ് വരെ നമ്മളുള്ളതാണ്, നമ്മൾ കാണുന്നതാണ്. ഞാൻ അതിൽ നിന്ന് നിങ്ങളോട് പറയുന്നു, ചൂസ് വൈസ്ലി. നിങ്ങൾ പാർട്ട്ണറെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചൂസ് ചെയ്യാൻ. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈഫ്, നിങ്ങൾ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങളെ കൂടെ ആരാ ഉണ്ടാവുക എന്നുള്ളത്, നിങ്ങളെ ആരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങൾ ചൂസ് ചെയ്ത പാർട്ട്ണറിനെ ബേസ് ചെയ്തിരിക്കും. കേട്ടിട്ടില്ലേ? ഇഫ് ഹി വോൺ ഹി വിൽ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ പാർട്ട്ണറിൻ്റെ ലൈഫ് ഒരു ലോങ് ടേം ആയിട്ട് അവരെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ ഈ തെറ്റ് ഇന്ന് നിന്നോളും നാളെ നിന്നോളും, അല്ലെങ്കിൽ ഈ തെറ്റ് ഇനി അവൻ റിപ്പീറ്റ് ചെയ്യില്ല, ഇനി ഒരു സെക്കൻഡ് ചാൻസോ തേർഡ് ചാൻസ് കൊടുക്കാം, അത് കൊടുത്താലെങ്കിലും അയാൾ നന്നാവും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ സ്വഭാവം മാറും എന്ന് തുടങ്ങി ഇതുപോലത്തെ യാതൊരുവിധ ഹോപ്പും വെച്ചിട്ട് ഒരു വിവാഹത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്കോ പോകരുത്. ബിക്കോസ് വൺസ് ഒരാൾ തെറ്റ് ചെയ്തോ, അത് തെറ്റ് ചെയ്തതാ. ഇനി അത്ര ഡിസേർവ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മുടെ ഡീപ് ഡൗൺ നമുക്ക് തോന്നും അയാൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് കൂടെ കൊടുക്കാം, ആ ഒരു എന്താ പറയുക ക്ഷമ അയാൾ അർഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുക. ആൻഡ് സെക്കൻഡ് ചാൻസ് കൊടുത്തിട്ടും അയാൾ വീണ്ടും ഈ തെറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കരുത്. കാരണം ഒരാളുടെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത്, അത് ആണായാലും പെണ്ണായാലും, നമ്മുടെ മെൻ്റൽ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും അത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടേ വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടു. അത് എപ്പോഴും ഡിസാസ്റ്റർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളെ ലൈഫിൽ ചൂസ് ചെയ്താൽ ലൈഫ് ലോങ് ആ ഡിസാസ്റ്റർ നമ്മൾ അനുഭവിക്കേണ്ടി വരും. സോ ചൂസ് വൈസ്ലി.